ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഒരു സൈഡ് വേയിലായിരുന്നു ഉച്ചവരെ പോയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗെയിനോടുകൂടി മാർക്കറ്റ് എൻഡ് ആവുകയും ചെയ്തു. മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ആ ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഓരോ പാർട്ടിനെയും വളരെ പ്രതീക്ഷയോടെ തന്നെ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കാണാനുള്ളത്. മൊത്തത്തിൽ എന്തെങ്കിലും പ്രതീക്ഷകൾക്ക് വകയുണ്ടോ എന്നാണ് ഇപ്പം ഇൻവെസ്റ്റേഴ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷകളാണ് ഇപ്പോൾ മാർക്കറ്റിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് വേയിലാണ് ഉച്ചവരെ മാർക്കറ്റ് പോയത്. ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു ഗെയിനോട് മാർക്കറ്റ് ഉണ്ടാവുകയും ചെയ്തു. ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9182 നിഫ്റ്റി ഓപ്പണായി. അതേ തുടർന്ന് അന്നത്തെ ലോ നോക്കുകയാണെങ്കിൽ 9150 വരെ ലോ പോയി. ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9136 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇനി ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹാമർ പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. ഹാമർ പാറ്റേൺ പോലുള്ളൊരു ഫോർമേഷനാണ് കാണുന്നത് ഇപ്പോൾ നിഫ്റ്റിയിൽ. പക്ഷേ എങ്കിലും ആ ഒരു മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബിയറിഷിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി അതേപോലെ വീക്ക്ലി ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും വീക്ക്ലി ചാർട്ടിലും ഒരു ബിയറിഷ് ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഒരു ബിയറിഷ് ഹറാമിയുടെ പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല മാർക്കറ്റ് ഇപ്പം ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ ഒരു ഡൗണിലേക്ക് ഒരു ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ പിന്നീട് ഒരു 300-400 പോയിൻറ്റ്സ് ഡൗൺ ആകാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇമീഡിയറ്റ് അടുത്ത സപ്പോർട്ട് നിൽക്കുന്നത് ഇപ്പം 8900 അടുത്തൊരു സപ്പോർട്ട് ഇപ്പം നിൽക്കുന്നത്. ഇനി ഈ ഒരു ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ആ ഒരു 5 ഭാഗങ്ങളായിട്ടുള്ള സ്റ്റിമുലസ് പാക്കേജിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ എടുത്തു എന്ന് നമുക്ക് മൺഡേ മാർക്കറ്റിലും കൂടി ഒന്ന് കാണാം. കാരണം ഇപ്പോഴെല്ലാം അനലിസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു ഡിസപ്പോയിൻറ്റിങ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ പറയുന്ന ഒരു അത്രയ്ക്കൊരു എക്സൈറ്റിംഗ് പാക്കേജ് അല്ല എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മെറ്റൽ സെക്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലായിരുന്നു ഉണ്ടായിരുന്നത്. ഫാർമ സെക്ടർ ഒരു ബോർഡറിൽ എൻഡായി. മെറ്റൽ സെക്ടർ മാത്രമാണ് ചെറിയൊരു ഗെയിന് വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഡൗണിലായിരുന്നു. അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ 23 സ്റ്റോക്കുകളായിരുന്നു നിഫ്റ്റി 50 അഡ്വാൻസസിൽ, 27 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ നാസ്ഡാക്ക് ഏകദേശം 0.7% ഗെയിനിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും അത്യാവശ്യം ഒരു ഗെയിനിലാണ് എൻഡ് ആയിരിക്കുന്നത്. SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 16-ാം തീയതി 34 പോയിൻറ്റ്സ് ഡൗണിൽ എൻഡ് ആയിരിക്കുന്നു. അപ്പം തിങ്കളാഴ്ച രാവിലെ SGX നിഫ്റ്റിയുടെ ആ ഒരു ട്രെൻഡ് വാച്ച് ചെയ്യുക. അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രതിഫലിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ പൊതുവേ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ലോക്ക്ഡൗണിൻ്റെ റിലാക്സേഷൻ വന്നതും ഡിമാൻഡിൽ ഒരു കുറച്ചൊരു കൂടുതൽ ഡിമാൻഡുകൾ വന്നതൊക്കെ ക്രൂഡ് ഓയിലിന് ഒരു ഗുണകരമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും സെയിലാണ് ഇപ്പോൾ കാണുന്നത് ഒരു കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട്. വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ 2388 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ 1225 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്. രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് എൻഡിങ് ആണ് ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് രൂപയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടറാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ഒരാഴ്ച. അതേ തുടർന്ന് മീഡിയ, പിന്നീട് റിയാലിറ്റി, മെറ്റൽ, PSU ബാങ്ക്, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഒരു ഡൗൺ ട്രെൻഡാണ് കഴിഞ്ഞ ഒരാഴ്ച കാഴ്ചവെച്ചത്. ഇനി ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ആ ഒരു ടോട്ടലായിട്ടുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജ് നോക്കുകയാണെങ്കിൽ 20.9 ലക്ഷം കോടിയുടെ ആ ഒരു സ്റ്റിമുലസ് പാക്കേജിൽ അവർ 5 ഭാഗമായിട്ട് ഏകദേശം 11 ലക്ഷം കോടിയുടെ മെഷേഴ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് അനൗൺസ് ആയിരിക്കുന്ന മെഷേഴ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പത്തെ സ്റ്റിമുലസ് പാക്കേജിൽ വന്ന 1.9 lakh crores, അതേ തുടർന്ന് RBI മെഷേഴ്സിൻ്റെ ഒരു 8 ലക്ഷം കോടിയുടെ ഒരു RBI മെഷേഴ്സും, അങ്ങനെ മൊത്തത്തിലാണ് 20.97 ലക്ഷത്തിൻ്റെ സ്റ്റിമുലസ് പാക്കേജ് വന്നിരിക്കുന്നത്. അപ്പം ഇത് 1.2 ലക്ഷം കോടിയുടെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സ്റ്റിമുലസ് പാക്കേജിൽ വന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഓരോ ഘട്ടമായിട്ട് ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ അനൗൺസ് ചെയ്തിരിക്കുന്ന സ്റ്റിമുലസ് പാക്കേജ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ കണ്ടു ചെറുകിട വ്യാപാരികൾക്കൊക്കെ ആയിരുന്നു കൂടുതൽ പാക്കേജുകൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ EPF മെഷേഴ്സും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, അതേപോലത്തെ അതിലുള്ള മൈഗ്രൻ്റ് വർക്കേഴ്സ്, ഇവർക്കൊക്കെ ആയിരുന്നു കൂടുതലും രണ്ടാമത്തെ ഭാഗത്തിൽ അവർ അനൗൺസ് ചെയ്തത്. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ മേഖലയെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു മൂന്നാമത്തെ ഭാഗത്ത് വന്നത്. 4-5 നോക്കുകയാണെങ്കിൽ ഏകദേശം 48,000 കോടിയുടെ അനൗൺസ്മെൻ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ 20 ലക്ഷം കോടിയുടെ അനൗൺസ്മെൻറ്റിൽ ഇപ്പോൾ എല്ലാവരും തന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിമുലസ് പാക്കേജ് അത്രയൊരു പ്രതീക്ഷ നൽകുന്നതല്ല, എല്ലാവരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിമുലസ് പാക്കേജ് എന്നാണ് പറയുന്നത്. അതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ
ഈ ഓരോ സ്റ്റിമുലസ് പാക്കേജിലും പറഞ്ഞത് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡ് വളരെ കുറവാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു 20 ലക്ഷം ടോട്ടലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും നോക്കുകയാണെങ്കിൽ ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി, അതുപോലെ തന്നെ ലിക്വിഡിറ്റി വിൻഡോ എക്സ്പോഷർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ മെഷേഴ്സിനകത്തൊക്കെ വന്നിരിക്കുന്നത്. അത് തന്നെ നോക്കുകയാണെങ്കിൽ കൂടുതലും ബാങ്ക്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവരൊക്കെയാണ് അത് കൂടുതലും ടേക്ക് കെയർ ചെയ്യേണ്ടതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എത്രമാത്രം ഇതിന് മുമ്പോട്ട് വരും എന്നുള്ളതൊരു സുപ്രധാന ചോദ്യം തന്നെയാണ്. പിന്നീട് അനലിസ്റ്റുകൾ വേറൊരു പോയിൻ്റായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു GST ഒരു റിഡക്ഷനോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ ഒരു റിഡക്ഷനോ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായവും ചില അനലിസ്റ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ചില അനലിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതലും ഒരു സപ്ലൈ സൈഡിലേക്കുള്ള, അതായത് ഈ ഒരു കൺസ്യൂമറെക്കാട്ടിലും കൂടുതൽ പ്രൊഡ്യൂസേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് സ്റ്റിമുലസ് പാക്കേജുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാതെ ഇതിനകത്ത് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് ചില അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു മെഷേഴ്സ് എടുത്തത്, ഈ ഒരു എക്കണോമിക് ടൈംസിൽ ഈ ഒരു ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് അവരുടെ ആ ഒരു സ്പെൻഡിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മെഷേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ആ ഒരു റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്യുമോ എന്നുള്ളൊരു ഭയമാണ് ഈ ഒരു ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുക്കാൻ ഫിനാൻസ് മിനിസ്ട്രീനെ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രീനെ മൊത്തത്തിൽ പ്രേരിപ്പിച്ചതെന്നാണ് ചില അനലിസ്റ്റുകൾ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിമുലസ് പാക്കേജ് മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിലൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. പിന്നെ അതുമാത്രമല്ല, US ചൈന ട്രേഡ് വാറിലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു തീരുമാനമായിട്ടില്ല. ട്രംപ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചൈനയായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക മാർക്കറ്റിൽ. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ കൊറോണയുടെ ഇഷ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ 90,000 എന്നുള്ളൊരു മാർക്ക് കടന്നു. 92,000 ഇപ്പോൾ നിൽക്കുന്നത് കൊറോണയുടെ കേസ്. അതുമാത്രമല്ല, ഇപ്പം ലോക്ക്ഡൗൺ 4.0 എന്നും പറഞ്ഞ് ഇപ്പോൾ അടുത്ത ഘട്ടം ലോക്ക്ഡൗണിൻ്റെ വന്നിരിക്കുകയാണ്. നാളെ തൊട്ട് ആരംഭിക്കുന്നു. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ മെയ് 30 വരെ ലോക്ക്ഡൗൺ, ഇപ്പോൾ ഏകദേശം 5-6 സംസ്ഥാനങ്ങളിൽ അവർ ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്കൊരു ശ്രദ്ധിക്കണം മാർക്കറ്റിൽ. അപ്പം കൊറോണയെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോഴും ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയാനായിട്ടില്ല, ചില റിലാക്സേഷൻസ് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു 2 മാസം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വരുന്ന ക്വാർട്ടറിൽ ഈ ഒരു Q1 നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 മാസം കഴിഞ്ഞു, 2 മാസം ഏകദേശം കഴിയാൻ പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് 2 മാസം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു Q1 റിസൾട്ടും നമുക്ക് അത്ര ഒരു പ്രചോദനം നൽകുന്ന ഒരു റിസൾട്ട് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഇനിയും മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. ഇനി സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ, ബയോകോണിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ 42.3% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത് Q4. പിന്നെ അതുമാത്രമല്ല, മണപ്പുറം ഫിനാൻസ് നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 40% വർധനവാണ് റവന്യൂയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 33.3% വർധനവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് മണപ്പുറത്തിനൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ അവർ 31% ഗ്രോത്താണ് അഡ്വാൻസസിൽ. അതുപോലെ തന്നെ 25.7% വർധനവ്, ഡെപ്പോസിറ്റിൽ നോക്കുകയാണെങ്കിൽ 25.7% വർധനവൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 13% വർധനവും, അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നോക്കുകയാണെങ്കിൽ 16% വർധനവും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രോസ് NPA നെറ്റ് NPA നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന് അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് HAL നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു അപ് ട്രെൻഡ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലൊരു അനൗൺസ്മെൻറ്റ് വന്നത്, അതായത് ലോക്കൽ മെയ്ഡ് ഫൈറ്റ് ജെറ്റേഴ്സൊക്കെ അവർ നിർമ്മിക്കാനായിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് കൂടുതൽ ഓർഡേഴ്സ് വരും എന്നുള്ളൊരു പ്രതീക്ഷകളാണ് ഈ ഒരു സ്റ്റോക്ക് കൂടുതൽ അപ്പിലേക്ക് പോകാനുള്ള കാരണം. അത് കൂടുതൽ ആ ഒരു സെൽഫ് റിലയൻസ് ഇന്ത്യ എന്നുള്ള ആ ഒരു ടാഗ് നെയിമാണ് ഇതിനും പ്രധാന കാരണമായി മാറിയത്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ RK ദമാനി അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക്, ആ കമ്പനിയുടെ സ്റ്റേക്ക് ഏകദേശം 20% വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 20.49%. അപ്പോൾ അത് ആ ഒരു സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 52 വീക്ക് ഹൈയുടെ അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിനൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു 52 വീക്ക് ഹൈയിലൊരു ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ, അതിനെ തുടർന്നൊരു ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു സാധ്യതകളുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റോക്കിനൊന്ന് വാച്ച് ചെയ്യുക.
പിന്നെ പവർ ഗ്രിഡിൽ നോക്കുവാണെങ്കിൽ ഒരു 19 ലക്ഷത്തിൻ്റെ ഷെയർസ് ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട് ഈ NSEയിൽ. അപ്പോൾ ഈ സ്റ്റോക്കുകൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ന്യൂസിനൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. പിന്നെ അലംബിക് ഫാർമ നോക്കുവാണെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. US FDA നിന്ന് അവർക്കൊരു മെഡിസിൻ്റെ ഒരു മെഡിസിൻ സെയിലിനുള്ളൊരു അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അത് തുടർന്ന് ആ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഗ്ലോബൽ ലെവലിലുള്ള മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കൊറോണയുടെ കേസസ് ഇപ്പോഴും വീണ്ടും ഒരു സെക്കൻഡ് വേവ് എന്ന രീതിയിൽ സൗത്ത് കൊറിയ അതുപോലെ തന്നെ ചൈനയിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ചൈനയിൽ നോക്കുവാണെങ്കിൽ അവർ വീണ്ടും 2 സിറ്റികളിൽ നോർത്ത് കൊറിയയുടെ ബോർഡറിലുള്ള 2 സിറ്റികളിൽ കൂടുതൽ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കൊറോണയുടെ വ്യാപനമൊക്കെ വന്നതുകൊണ്ട്. പിന്നെ അതുമാത്രമല്ല ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഇത് ഫ്രൈഡേയിൽ ഇതാണ് റിപ്പോർട്ടാണ്. പക്ഷേ ഇന്ന് നോക്കുവാണെങ്കിൽ അത് 92 എത്തിയിരിക്കുകയാണ്, 92,000 എത്തി നിൽക്കുകയാണ്. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ന് തന്നെ ഏകദേശം 5,000-നടുത്ത് കേസസാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അപ്പം ഏകദേശം 1 ലക്ഷത്തിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷകൾ മാർക്കറ്റിൽ നമുക്ക് പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇപ്പോഴും ഈ ഒരു രീതിയിലുള്ള നമുക്കൊരു പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഡിസിഷൻ പറ്റാത്ത രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഇനി മാർക്കറ്റിൽ കുറച്ചു കാലം ഉണ്ടാകാനുള്ള സാധ്യതകൾ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെയും ഇതുപോലെ തന്നെ ന്യൂസിനെയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതേ തുടർന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ തുടരുക. അതുപോലെ തന്നെ നിങ്ങളുടെ അനാലിസിസിനെ കൂടുതൽ സ്ട്രോങ് ആക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ സമയം ഉപയോഗിക്കുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.